ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട രണ്ട് മോഡലുകളാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളത്. ഒന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിയാഗോയും ഒന്ന് മാരുതി സുസുക്കിയുടെ വാഗണറുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസണോ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോയിലൂടെ. ഈ വാഗണർ എന്ന് പറയുന്ന മോഡലിനെ അപേക്ഷിച്ച് ടാറ്റ ടിയാഗോക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ ടിയാഗോയുടെ XT എന്ന് പറയുന്ന വേരിയൻറ്റും അതുപോലെ തന്നെ വാഗണറിൻ്റെ VXI എന്ന് പറയുന്ന മോഡലാണ്. അതായത് രണ്ടിൻ്റെയും ടോപ്പ് സ്പെക്ക് അല്ല, അതിന് തൊട്ട് താഴെയുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട് എല്ലാവരും എടുക്കുന്ന വേരിയൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യൂ എന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പിലേക്ക് പോകാതെ തൊട്ട് താഴെയുള്ള രണ്ട് വേരിയൻറ്റുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മോഡലുകൾ എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലുക്കിനെ കുറിച്ചാണ്. ടാറ്റ ടിയാഗോ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അധികവും ടാറ്റ ടിയാഗോയുടെ അഡ്വാൻറ്റേജുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് ആരും എടുക്കരുത്. ടാറ്റ ടിയാഗോയെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ ടാറ്റ ടിയാഗോയും വാഗണറിനെയും തമ്മിൽ കാണുന്ന സമയത്ത് ലുക്ക് വൈസ് കുറച്ചുകൂടി ഒരു കണ്ടംപററി ഡിസൈൻ എന്ന് വേണമെങ്കിൽ ടാറ്റ ടിയാഗോയെ വിശേഷിപ്പിക്കുക. കാരണം ആ ഒരു ക്യാരക്ടർ ലൈനുകൾ, ഫ്രണ്ട് ലുക്ക് ഒക്കെ പുതിയ ടാറ്റയുടെ 2.0 ഡിസൈൻ ലാംഗ്വേജിൽ വന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്ത് ടാറ്റ ടിയാഗോയുടെ ഈ ഒരു ഡിസൈൻ മികവാണ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു LED DRLും അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിനകത്ത് രണ്ടിൻ്റെയും സൈഡ് വ്യൂ മിററിനെയും കൂടി കുറിച്ച് പറയാം. ഇതിനകത്ത് സൈഡ് ഇൻഡിക്കേറ്ററും ഇതിൻ്റെ കൂടെ വരുന്നു. അത് വാഗണറിനകത്ത് മിസ്സിംഗ് ആണ്. ഇതിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ ടിയാഗോയുടെ വീല് ശരിക്കും അലോയ് വീലല്ല, സാധാരണഗതിയിലുള്ള വീൽ തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു അലോയ് ഫീലിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ഡിസൈൻ മികവിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ പാറ്റേണും നല്ല രസമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് വാഗണറിലേക്ക് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ പറയുന്ന ഒരു വീൽ എന്നുള്ള സ്റ്റൈലിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. വീലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ള വെച്ചാൽ രണ്ടിൻ്റെയും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് അലോയ് വീലുകൾ ഉണ്ട് കേട്ടോ, അതായത് ടോപ്പ് സ്പെക്കിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ചേസിസിനൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ ഷാസി, നമ്മൾ ചേസിസ് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചേസിസുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഷാസിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുള്ളതാണ്. ഇതിനിപ്പോൾ 4 സ്റ്റാർ ഉണ്ട്. ടാറ്റയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും 5 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ നേടിയിട്ടുള്ള ഒരു റേറ്റിംഗ് തന്നെയാണ്. വാഗണറിനും സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, പക്ഷേ അത് രണ്ടെണ്ണമായിട്ട് കുറച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിലേക്ക് വരുന്ന സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കണ്ടംപററി ഡിസൈൻ ഹൈലൈറ്റുകൾ നമുക്ക് കാണാം. ഇത് കുറച്ചുകൂടി ടോൾ ബോയ് ഡിസൈനാണ്. ഇത് കുറച്ചും കൂടി ഒരു ഒതുങ്ങിയ ഡിസൈൻ മികവാണ്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ടാറ്റ ടിയാഗോയിൽ വരുമ്പോൾ ബാക്കിൽ നമുക്കൊരു ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട്. വാഗണറിൽ ബാക്കിലേക്ക് വരുന്ന സമയത്തും നമുക്കൊരു ക്യാമറ യൂണിറ്റ് ഇല്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അകത്തേക്ക് വരുന്ന സമയത്തും ചില വ്യത്യാസങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സീറ്റിൽ നിന്ന് ആരംഭിക്കാം. രണ്ടിൻ്റെ സീറ്റുകൾ ഫാബ്രിക് അപ്പോൾസ്റ്ററിയാണ്, പക്ഷേ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു സംഭവം നമ്മൾ വാഗണറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മിസ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചും കൂടി ഡ്രൈവ് പൊസിഷൻ ക്ലിയർ ചെയ്യാൻ ഈ ഒരു വാഹനം സഹായിക്കും എന്നതാണ്. ഇപ്പം ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കൊക്കെ കുറച്ച് ഹൈറ്റ് പൊക്കിയിടുകയും ഹൈറ്റ് കൂടിയ ആളുകൾക്ക് താഴ്ത്തിയിടുകയൊക്കെ ചെയ്തിട്ട് ഡ്രൈവ് പൊസിഷനുകളെ നല്ല രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിനകത്തുള്ള മറ്റൊരു പ്രത്യേകതയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അത് വാഗണറിലേക്ക് വരുന്ന സമയത്ത് ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വെച്ചാൽ വലിയ ഫുള്ളി സ്ക്രീനല്ല, എന്നിരുന്നു കഴിഞ്ഞാലും ഡിജിറ്റലായിട്ടാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതും ഒരു വ്യത്യാസമാണ്. വാഗണറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള അനലോഗ് സ്ക്രീനുകളാണ് വരുന്നത് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് 2.0 ഡിസൈൻ ലാംഗ്വേജിൽ വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീലുകളാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ XT വേരിയൻറ്റ് മുതൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. വാഗണറിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡി ഷേപ്ഡ് സ്റ്റിയറിംഗ് വീല് വിത്ത് പിയാനോ ബ്ലാക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം ഈ വാഹനത്തിനകത്ത് നമുക്കൊരു 4 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് 8 സ്പീക്കർ ഹർമൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. വാഗണറിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബ്രാൻഡഡ് മ്യൂസിക് സിസ്റ്റം ഒന്നുമല്ല, മാരുതിയുടെ തന്നെ ഓൺ അവരുടെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടി സൗണ്ട് ക്വാളിറ്റി ഹർമനിലുണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. കാരണം ബാക്കിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര ഒരു സ്റ്റോറേജ് സ്പേസ്, 2 കപ്പ് ഹോൾഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊരു ചെറിയ വ്യത്യാസമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടംപററി ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് ശരിക്കും ഡാഷ് ബോർഡിനകത്തും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ടിയാഗോനെ കുറിച്ച് പറയുന്ന സമയത്ത് ടിയാഗോ NRG എന്ന് പറയുന്ന ഒരു മോഡൽ കൂടിയുണ്ട്. ആ മോഡലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു SUV വാഹനമാണ് ഇത് എന്ന് പറയാം. ഉദാഹരണത്തിന് ബോഡി ക്ലാഡിങ്ങുകൾ വരുന്നു, റൂഫ് റെയിൽ വരുന്നു, ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് 181 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നു. പിന്നെ അതുപോലെ തന്നെ എഡ്ജിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. അങ്ങനെ ചെറിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ ടിയാഗോയിലേക്ക് വരുന്ന സമയത്ത് വരുന്നുണ്ട്. അതായത് ടിയാഗോ NRGയിലേക്ക് വരുന്ന സമയത്തുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയാം. പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടിയുടെ കാര്യത്തിലാണ്. ടിയാഗോക്ക് 2 വർഷവും 70
75,000 കിലോമീറ്ററുമാണ് വരുന്നതെങ്കിൽ മാരുതിക്ക് വരുന്നത് 2 വർഷവും 45,000 കിലോമീറ്ററുമാണ് എന്നതാണ്. അതും ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. പിന്നെ എഞ്ചിൻ വൈസ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ടിയാഗോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇത് 1 ലിറ്റർ എഞ്ചിനാണ്. 67 PS പവറാണ് വാഗണർ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ 86 PS പവറാണ് ടിയാഗോ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയാം. അതേപോലെ തന്നെ 113 Nm ടോർക്ക് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് വാഗണറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 89 Nm ആണ് എന്നുള്ളത് ഒരു വ്യത്യാസമാണ്. ഇത്രയും പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എന്നുള്ളൊരു കാര്യം. ടാറ്റ ടിയാഗോയുടെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7,20,000 രൂപയാണ്. വാഗണർ വരുന്നത് 6 ലക്ഷമാണ്. ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജുകളാണ് ടാറ്റ ടിയാഗോക്ക് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. മറ്റൊരു ചോദ്യം മൈലേജാണ്. ടാറ്റ ടിയാഗോക്ക് 20 കമ്പനി അവകാശപ്പെടുന്നത്, വാഗണറിന് 24 എന്നുള്ളതാണ്. അപ്പോൾ ഈ മൈലേജ് എന്നുള്ളൊരു സംഭവം നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് വേറൊരു ടോക്കിംഗ് പോയിൻ്റാണ്. അപ്പം ടാറ്റ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന മോഡലിന്, അതിലെ ടിയാഗോയുടെ XT എന്ന് പറയുന്ന വേരിയൻറ്റിന്, മാരുതി സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ വാഗണർ എന്ന് പറയുന്ന മോഡലിൻ്റെ VXI വേരിയൻറ്റുമായിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ടിയാഗോയുടെ അഡ്വാൻറ്റേജുകളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചതുകൊണ്ട് ഇതൊരു കമ്പാരിസൺ എന്നുള്ള രൂപത്തിൽ ആരും എടുക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.